അയിലൂരിൽ പാമ്പ് ശല്യം രൂക്ഷമായതായി പരാതി. ഗ്രാമപഞ്ചായത്ത് അംഗത്തിനും കടിയേറ്റു. അയിലൂർ ഗ്രാമപഞ്ചായത്തിൽ പാമ്പ് ശല്യം രൂക്ഷമായതായി പരാതി ഉയർന്നു. റോഡരികിൽ പുല്ലുകൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് പലയിടത്തും. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ 6-ാം വാർഡ് അംഗം കോൺഗ്രസ് പ്രതിനിധി വി വിനീഷിന് പാമ്പുകടിയേറ്റു. ഗ്രാമസഭയുടെ നോട്ടീസ് വിതരണം ചെയ്യാനായി വീടുകളിൽ കയറിയിറങ്ങുമ്പോൾ തലവെട്ടാമ്പാറ തീപ്പെട്ടി കമ്പനിക്ക് സമീപം വീട്ടുമുറ്റത്ത് വെച്ചാണ് വിനീഷിന് പാമ്പുകടിയേറ്റത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിനീഷ് ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. ഈ അടുത്ത അയിലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2026 വാർഷിക പദ്ധതിയോട് ബന്ധപ്പെട്ട് ഗ്രാമസഭ യോഗങ്ങൾ തുടങ്ങുകയാണ്. ഇന്നു മുതൽ തുടങ്ങുന്നത്. അതിനോടനുബന്ധിച്ച് എൻ്റെ വാർഡിലെ ഗ്രാമസഭ യോഗം ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. അതിന് ഭാഗമായിട്ടാണ് ഞാൻ ഗ്രാമസഭ നോട്ടീസ് വിതരണമായി ഞായറാഴ്ച അവധി ദിവസം ഇറങ്ങിയിരുന്നു. അതിന് ഭാഗം അരിയക്കുളം തുടങ്ങുകയും നെല്ലിക്കാട്ടുകുളം എത്തിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി അതിന് പോകുമ്പോൾ അറിയാതെ തന്നെ ആ പാമ്പിൽ ചവിട്ടുകയും ആ പാമ്പ് ചെറുതായി ഒന്ന് എന്നെ കടിക്കുകയും ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്ത് തന്നെയാണ് നമ്മൾ ഈ പാമ്പുകളുടെയും മറ്റു ശല്യങ്ങളില്ലാതെയും വഴിയാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി വാർഡ് മുഴുവൻ ശുചീകരിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഓണറേയും ഉപയോഗിച്ചും അതുപോലെ തന്നെ വിമുക്തഭടനായി എനിക്ക് കിട്ടുന്ന പെൻഷനിൽ നിന്നുമാണ് ഞാൻ വാർഡ് മുഴുവൻ ശുചീകരിച്ചത്. അത് ഇതുപോലെയുള്ള പാമ്പ് കടിയും മറ്റുള്ള ശല്യങ്ങളിൽ നിന്നും യാത്രാ സൗകര്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നല്ല ഒരു സേവനം ചെയ്തത് അത് അവസാനം അത് എനിക്ക് തന്നെ ഒരു ഇതായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും 24 മണിക്കൂറിലെ ICUയുടെ ചികിത്സയ്ക്ക് ശേഷം ഒരു അപകടമില്ലാതെ ഞാൻ ഇന്നലെ ഡിസ്ചാർജ് വന്നു. വേറെ അപകടങ്ങളും ബുദ്ധിമുട്ടും ഇല്ല, വിഷം കയറിയില്ല എന്നാണ് ഡോക്ടർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ മരുന്നുകളും മറ്റൊന്നും ഇല്ല. 2 ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം പൂർണ്ണമായും പൊതുസേവനത്തിനായി തിരിച്ചു വരാം എന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. ഏതാനും ദിവസം മുൻപാണ് വിനീഷ് സ്വന്തം പണം ചെലവാക്കി സമീപത്തെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടിവൃത്തിയാക്കിയത്. മറ്റു വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും പലയിടത്തും ഇതിനായി പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. പാമ്പുശല്യം രൂക്ഷമായതോടെ ജനങ്ങളും ഭീതിയിലാണ്. ഇതിപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ സംഭവിച്ചുകൊണ്ട് തീർച്ചയായും ഈ എൻ്റെ വാർഡ് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇനിയും ശുചീകരിച്ചുകൊണ്ട് പാമ്പുകളുടെയും മറ്റുള്ള ശല്യങ്ങളില്ലാതെ ഇന്നിപ്പോൾ ചെയ്തതൊന്നല്ല, ഇനിയും ഇതുപോലെ തന്നെ തുടർച്ചയായിട്ട് ശല്യങ്ങളില്ലാതിരിക്കാൻ വാർഡ് മുഴുവൻ ശുചീകരിക്കുന്നതും കൂടി ഉറപ്പ് നൽകുകയാണ്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ സഞ്ചാരയോഗ്യമാക്കുക, യാത്ര ബുദ്ധിമുട്ടില്ലാതെ വണ്ടികൾക്കും വാഹനങ്ങൾക്ക് യാത്ര പോകുന്നതിനും എല്ലാത്തിനും വേണ്ടി ഇനിയും ശുചീകരിച്ചുകൊണ്ട് വാർഡ് നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്നും കൂടി അറിയിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.